നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ അവസാനത്തെ ആള്. ബാക്കി 3 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതായിരുന്നു. ഏതൊക്കെയായിരുന്നു? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ആൻഡ് തേർഡ് വൺ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. സോ ഫൈനലി എന്തുവാ? ഓസ്മോട്ടിക് പ്രഷർ. നമ്മുടെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്ന ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ലെറ്റർ കൊണ്ടാണ്. ആരാ? പൈ. ഇനി എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് ചോദിച്ചാൽ, ഒരു പ്യുവർ സോൾവെന്റിനെ ഒരു സൊല്യൂഷനെ ആയിട്ട് ഒരു സെമി പെർമിബിൾ മെമ്പറൈൻ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തുവാ സെമി പെർമിബിൾ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ? കുറച്ച് സബ്സ്റ്റൻസിനെ മാത്രം കടത്തിവിടും, കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തില്ല? കടത്തിവിടത്തില്ല. അപ്പോൾ ഒരു സെമി പെർമിബിൾ മെമ്പറൈൻ കൊണ്ട് നമ്മളൊരു പ്യുവർ സോൾവെന്റ് ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ നമ്മുടെ സൊല്യൂഷൻ ഇരിപ്പുണ്ട്. സൊല്യൂഷൻ, പ്യുവർ സോൾവെന്റ്, ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്ത ഒരു സെമി പെർമിബിൾ മെമ്പറൈൻ ഉണ്ടെങ്കിൽ ഈ പ്യുവർ സോൾവെന്റിന്റെ സൈഡിൽ നിന്ന് സൊല്യൂഷന്റെ സൈഡിലോട്ട് ഫ്ലോ ചെയ്യും. ഏതിൽ കൂടി? ഈ സെമി പെർമിബിൾ മെമ്പറൈനിൽ കൂടി. സോ ആ പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് ഓസ്മോസിസ്. അപ്പോൾ when a pure solvent and solution are separated by a semi-permeable membrane, solvent flows into the solution. എവിടെന്ന്? From the solvent side. The process is known as osmosis. ഇനി ഈ ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യിക്കാൻ ഈ സൊല്യൂഷൻ സൈഡിൽ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യും. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്ന ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ ഒരു സോൾവെന്റ് ആൻഡ് സൊല്യൂഷൻ ആർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിബിൾ മെമ്പറൈൻ. Solvent molecules flows from the solvent side to the solution side. Such process is known as osmosis. Okay. Then what is osmotic pressure എന്ന് ചോദിച്ചാൽ, in order to stop osmosis a pressure is applied on the solution side. ഒരു സൊല്യൂഷൻ സൈഡിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ എന്ത് സ്റ്റോപ്പ് ചെയ്യും? ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യും. ആ പ്രഷറിനെ അറിയപ്പെടുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ പൈ. ഓക്കെ, ഇനി നമ്മുടെ പൈ എന്ന് പറയുന്ന ഓസ്മോട്ടിക് പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി ആയിരിക്കും. റിലേറ്റീവ് ലോവറിംഗ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിലും മൊളാരിറ്റി ആയിരുന്നു. ഇവിടെ എന്തുവാ? മൊളാരിറ്റി നമ്മൾ സ്മാൾ എമൗണ്ടാണ് പഠിച്ചത്, ക്യാപിറ്റൽ എമൗണ്ടാണ് പഠിച്ചെങ്കിൽ ഇവിടെ നമ്മൾ സി എന്നിടും. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അപ്പൊ ടി. അപ്പൊ പൈ എന്ന് പറയുന്ന ഓസ്മോട്ടിക് പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. മൊളാരിറ്റി ആണ്. ഇനി ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റന്റ് കൊടുത്തു, ആർ. അപ്പൊ പൈ ഈസ് ഈക്വൽ ടു ആർ സി ടി. ഇനി സി എന്ന് പറയുന്ന മൊളാരിറ്റി അല്ലേ? മൊളാരിറ്റി നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ദാറ്റ് മീൻസ് N2 ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ, വി എന്ന് എടുക്കും. Therefore, substituting the value of C in this equation, pi is equal to R into N2 by VT എന്ന് കിട്ടും. ഞാൻ ഈ വി കൂടി അപ്പുറത്ത് കൊണ്ടിടുന്നു. അപ്പൊ പൈ വി ഇസ് ഈക്വൽ ടു N2RT എന്ന് എഴുതിക്കൂടെ? അല്ലെ? ഇനി N2 എന്തുവന്ന് നിങ്ങൾക്ക് അറിയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ആണല്ലോ, W2 by M2. Therefore, substitute ചെയ്യാം. പൈ വി ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് W2 ബൈ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് M2 ഇൻറ്റു RT. നമുക്ക് ആരെയാ വേണ്ടത്? M2 ആണ് വേണ്ടത്. മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ therefore M2 ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? W2RT ബൈ പൈ വി എന്ന് എഴുതാം. This is the expression for molecular mass calculation using osmotic pressure. So, osmotic pressure clear ആയി. Solvent solution semi permeable membrane വെച്ച് separate ചെയ്തിരുന്ന solvent solution സൈഡിലോട്ട് പോവാ പ്രോസസ്സിലെ ഓസ്മോസിസ്. സ്റ്റോപ്പ് ചെയ്യാൻ സൊല്യൂഷൻ സൈഡിൽ കൊടുക്കുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷർ represented by the letter pi. Then pi directly proportional to molarity C at a constant temperature. Proportionality constant എന്ത് കൊടുത്തു? R. Then C molarity എന്ന് പറയുന്നത് number of moles of solute by volume in liter. Therefore N2 by V. Substitute the value N2 by V. Then V അപ്പുറത്ത് കൊണ്ടുപോകുന്നു. Then N2 എന്ന് പറയുന്നത് W2 by M2. അതിനകത്ത് M2ന്റെ ഇക്വേഷൻ മറന്നു പോകരുത്. W2 RT by pi V. Okay, is it clear? So come to the next point. ഇനി നമ്മള് ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ട് ഒരു ഹൈ പ്രഷർ അപ്ലൈ ചെയ്താൽ ഈ പ്രോസസ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സംഭവിക്കും. ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടി ഹൈ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സംഭവിക്കുന്നു പറഞ്ഞാൽ സൊല്യൂഷനിലുള്ള സോൾവെന്റ് മോളിക്യൂൾ ഫ്ലോസ് ടു ദ പ്യുവർ സോൾവെന്റ് സൈഡ്. സൊല്യൂഷനിലുള്ള സോൾവെന്റ് മോളിക്യൂൾ എങ്ങോട്ട് പോകും? സോൾവെന്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് റിവേഴ്സ് ഓസ്മോസിസ്.
ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് റിവേഴ്സ് ഓസ്മോസിസ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസിന്റെ ആപ്ലിക്കേഷൻ ആണ് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. അപ്പൊ റിവേഴ്സ് ഓസ്മോസിസ് എന്തോന്ന് ചോദിച്ചാല് നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടി ഹൈ പ്രഷർ അപ്ലൈ ചെയ്താൽ സൊല്യൂഷനിലുള്ള സോൾവെന്റ് മോളിക്യൂൾ പ്യൂർ സോൾവെന്റ് സൈഡിലോട്ട് പോകുന്നു. എന്നാൽ ഓസ്മോസിസ് നേരെ റിവേഴ്സ് ചെയ്യും. സച്ച് പ്രോസസ് ഈസ് നോൺ ആസ് റിവേഴ്സ് ഓസ്മോസിസ്. അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. ഇനി എപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ വാട്ടാർ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻസ്? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. രണ്ടിന്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ സച്ച് സൊല്യൂഷൻസ് ആർ കാൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. സോ ടു സൊല്യൂഷൻസ് ഹാവിംഗ് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആർ കാൾഡ് വാട്ട് ഈസ് the name? Isotonic solution. So isotonic solutions are solutions having same osmotic pressure. Okay, clear ആയല്ലോ. ഇനി നമ്മള് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സെല്ല് ഒരു സൊല്യൂഷനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നു. ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൊല്യൂഷനിലെ സാൾട്ടിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.9% കൂടുതലാണ്. നമ്മളൊരു സെല്ലിനെ ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്നു. സൊല്യൂഷന്റെ സാൾട്ട് കോൺസെൻട്രേഷൻ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാൾട്ടിന്റെ കോൺസെൻട്രേഷൻ 0.9% കൂടുതലാണെങ്കിൽ വാട്ടർ സെല്ലിന്ന് സൊല്യൂഷനിലോട്ട് ഫ്ലോ ചെയ്യും. വാട്ടർ സെല്ലിന്ന് എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. അപ്പൊ ആ സെല്ല് എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. ഏറ്റവും നല്ല എക്സാമ്പിൾ, കുഞ്ഞ് കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നാൽ ആ മാങ്ങ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ചുരുങ്ങും. ഉപ്പ് എന്ന് പറയുന്നത് സാൾട്ട് അല്ലേ? അപ്പൊ അതിനകത്ത് സാൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ നമ്മുടെ സെല്ലെന്ന് പറയുന്നത് അവിടെ നമ്മുടെ ആ മാങ്ങയാണ്. അപ്പോ വാട്ടർ എന്ത് ചെയ്യും? ആ മാങ്ങയുടെ സെല്ലിനകത്തുനിന്ന് പുറത്തോട്ട് സൊല്യൂഷനിലോട്ട് ഫ്ലോ ചെയ്യും. അപ്പൊ അതെന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. അങ്ങനെയുള്ള സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ ഹൈ ആയിരിക്കും. അങ്ങനെ ഓസ്മോട്ടിക് പ്രഷർ ഹൈ ആയിട്ടുള്ള സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ 0.9% കൂടുതൽ സാൾട്ട് കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ ഒരു സെല്ലുണ്ടെങ്കിൽ സെല്ലിനകത്തുനിന്ന് വാട്ടർ പുറത്തോട്ട് ഫ്ലോ ചെയ്യും, സെല്ല് ഷ്രിങ്ക് ചെയ്യും. അങ്ങനെയുള്ള സൊല്യൂഷൻ ഓസ്മോട്ടിക് പ്രഷർ ഹയർ ആയിരിക്കും. സച്ച് ഹയർ ഓസ്മോട്ടിക് പ്രഷർ സബ്സ്റ്റൻസസ് ആർ കാൾഡ്, അല്ലെങ്കിൽ ആ പ്രഷറിനെ വിളിക്കുന്ന പേരെന്തുവാ? ഹൈപ്പർടോണിക് സൊല്യൂഷൻസ്. ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഇനി 0.9% കുറവാണെങ്കിൽ, ലെസ് ദാൻ 0.9% ആണെങ്കിൽ വാട്ടർ സെല്ലിനകത്തോട്ട് എൻ്റർ ചെയ്യും. ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ വെള്ളം അകത്ത് കയറിയിട്ട് അതെന്ത് ചെയ്യും? സ്വെല്ല് ചെയ്യും. അപ്പൊ 0.9% കുറവ് കോൺസെൻട്രേഷൻ ഉള്ള സോൾട്ട് സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ സെല്ലിനകത്തോട്ട് വാട്ടർ എൻ്റർ ചെയ്തിട്ട് അതെന്ത് ചെയ്യും? സ്വെല്ല് ചെയ്യും. ഉണക്കമുന്തിരിയെ ഓർത്താൽ മതി. അപ്പോ സച്ച് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഹാവിംഗ് ലോവർ ഓസ്മോട്ടിക് പ്രഷർ അല്ലെ, അതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. അപ്പൊ ഹയർ ഓസ്മോട്ടിക് പ്രഷർ ഉള്ളത് ഹൈപ്പർട്ടോണിക്കും, ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞത് അല്ലെങ്കിൽ ലെസർ ഓസ്മോട്ടിക് പ്രഷർ ഉള്ളത് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഇനി നമ്മളോട് ഓസ്മോട്ടിക് പ്രഷർ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കും. അപ്പൊ ഓസ്മോട്ടിക് പ്രഷറിന്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 200 centimeter cube of an aqueous solution of protein contains 1.26 gram protein. അപ്പോ W2 തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട് 1.26 gram. പിന്നെ തന്നിട്ടുണ്ട് വോളിയം തന്നിട്ടുണ്ട് 200 centimeter cube. അതിനെ ലിറ്ററിലോട്ട് മാറ്റണം, ഡിവൈഡഡ് ബൈ 1000, അപ്പൊ 0.2 ലിറ്റർ. ഓക്കെ, ദെൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 300 Kelvin. ഓസ്മോട്ടിക് പ്രഷർ പൈ തന്നിട്ടുണ്ട് 2.57 into 10⁻³ ബാർ ആണേ. പിന്നെ R വേണ്ടേ നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ M2 എന്ന് പറയുന്ന ഇക്വേഷൻ W2. അപ്പൊ നമ്മള് W2 RT/5 എന്തോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആരെ കാൽക്കുലേറ്റ് ചെയ്യാം? മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ്. ദെൻ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ടേം, അബ്നോർമൽ മോളാർ മാസ്. നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളാർ മാസിൽ ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും. സച്ച് മോളിക്കുലർ മാസസ് ആർ കാൾഡ് എന്തുവാ? അബ്നോർമൽ മോളാർ മാസ്. ഒറിജിനൽ മോളിക്കുലർ മാസിന് ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് അതിന് അബ്നോർമൽ മോളാർ മാസ് എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി കറക്ഷൻ ടൈം ആയിട്ട് പുതിയൊരു സയന്റിസ്റ്റ്, വാൻ ഹോഫ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പുതിയൊരു ഫാക്ടർ കൊണ്ടുവന്നിട്ടുണ്ട്, വാൻ ഹോഫ് ഫാക്ടർ. അപ്പോൾ വാട്ട് ഈസ് വാൻ ഹോഫ് ഫാക്ടർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ കറക്ഷൻ ടേം ഫോർ കറക്റ്റിംഗ് അല്ലെങ്കിൽ കാൽക്കുലേറ്റിംഗ് അല്ലെങ്കിൽ കറക്റ്റിംഗ് അബ്നോർമൽ മോളാർ മാസ് എന്ന് പറഞ്ഞത്. വാൻ ഹോഫ് ഫാക്ടർ കണ്ട ഐ സ്മാൾ ലെറ്റർ ഐ കൊണ്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് നമ്മുടെ നോർമൽ ആയിട്ടുള്ള മോളിക്കുലർ മാസിനെ അബ്നോർമൽ മോളിക്കുലർ മാസ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി നമുക്ക് കിട്ടുന്ന മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓ ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഒറിജിനൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ കാണും, ഡിവൈഡഡ് ബൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂ. ഓക്കെ, ദെൻ ഒരു റിയാക്ഷൻ ചിലപ്പോൾ അസോസിയേഷൻ ആവാം, ഡിസോസിയേഷൻ, കോമ്പിനേഷനോ ഡികമ്പോസിഷനോ ഒക്കെ ആവാം. അപ്പോൾ ആ റിയാക്ഷൻ കഴിയുമ്പോൾ എത്ര
അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അപ്പൊ റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബിഫോർ അസോസിയേഷൻ, അത് റിയാക്ഷന് മുന്നുള്ള നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പൊ 3 ഇക്വേഷൻ. നോർമൽ മോളാർ മാസ് ബൈ അബ്നോർമൽ മോളാർ മാസ്, ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ആൻഡ് നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ബൈ നമ്പർ ഓഫ് മോൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഇത്രയാണ് വൺ ഹോഫ് ഫാക്ടറിന്റെ ഇക്വേഷൻസ്. അത് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷനിൽ ചെറിയൊരു തിരുത്ത് വരുത്തും. നമ്മള് ഒരു ചേഞ്ച് അവിടെ ഒരു ഐ എന്ന് പറഞ്ഞ വൺ ഹോഫ് ഫാക്ടർ കൊണ്ട് ഇൻഡ്യൂ ചെയ്യും. ഇതല്ലേ നമ്മുടെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് പേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ P10 മൈനസ് P1 ബൈ P10 ഈക്വൽ ടു ഐ അല്ല N2 ബൈ N1. അവിടെ ഒരു ഐ കൂടി ചേർക്കും. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എമ്മിലെ ഐ കൂടി, ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഐ ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം, ഓസ്മോട്ടിക് പ്രഷർ ഐ ഇൻറ്റു W2RT/M. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഈ നമ്മുടെ ഈ സംഭവം ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രോബ്ലം കൂടി ചോദിക്കും. ഏത് വെച്ചിട്ട്? നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ വൺ ഹോഫ് ഫാക്ടർ വെച്ചിട്ട് ഒരു പ്രോബ്ലം കൂടി ചോദിക്കും. അപ്പൊ ആ ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഓക്കെ, അതുകൂടി ആകുമ്പോഴത്തേക്ക് ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതിനകത്ത് പ്രോബ്ലം ഇതാണ്. 2 gram ഓഫ് ബെൻസോയിക് ആസിഡ് 25 gram ബെൻസീനകത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ അതിന്റെ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. 1.62 കെൽവിനും തന്നിട്ടുണ്ട്. എന്തോ 1.62 കെൽവിൻ തന്നെങ്ങനെ ഡെൽറ്റ ടി എഫ് തന്നിട്ടുണ്ട്, കെ എഫ് തന്നിട്ടുണ്ട്, മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. 25 gram ബെൻസീൻ എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സോൾവെന്റ് തന്നിട്ടുണ്ട്. 2 gram ബെൻസോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് സൊല്യൂട്ടും തന്നിട്ടുണ്ട്. കെ എഫ് ഉണ്ട്, ഡെൽറ്റ ടി എഫ് ഉണ്ട്. അപ്പൊ നമുക്ക് മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. M2 is equal to ഫ്രീസിംഗ് പോയിന്റിന്റെ ഇക്വേഷൻ അറിയാലോ, കെ എഫ് ഇൻറ്റു W2 1000 ബൈ ഡെൽറ്റ ടി എഫ് ഇൻറ്റു W1. പ്രോബ്ലം ചെയ്യാൻ നമുക്കറിയാം. അപ്പൊ നമുക്ക് 241.9 എന്ന് കിട്ടും. അതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള മോളാർ മാസ്. അത് വെച്ച് വൺ ഹോഫ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക? ഐ ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ അല്ലെങ്കിൽ നോർമൽ മോളാർ മാസ് ബൈ അബ്നോർമൽ മോളാർ മാസ്. ഇത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് അബ്നോർമൽ മോളാർ മാസ്. നോർമൽ എന്തോ നമ്മുടെ ഇക്വേഷൻ നോർമൽ മോളിക്കുലർ മാസ് ബെൻസോയിക് ആസിഡിന്റെ C6H5COOH കണ്ടുപിടിക്കുമ്പോൾ അത് 122 എന്ന് കിട്ടും. അപ്പൊ അതാണ് ഒറിജിനൽ. അപ്പൊ നമ്മൾ 122നെ ഈ 241.9 കൊണ്ട് ഡിവൈഡ് 122 എന്റെ ഒറിജിനൽ മോളിക്കുലർ മാസ് ഫോമുല കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ വൺ ഹോഫ് ഫാക്ടർ ആരെ കിട്ടും? ഐ കിട്ടും. ഓക്കെ, ദെൻ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. 2C6H5COH ഡൈമർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് അത്. അപ്പൊ C6H5COH ടോയ്സ് ആയി. ദെൻ റിയാക്ഷൻ നടക്കുന്നതിന് മുന്നേ നമ്പർ ഓഫ് മോൾസ് 1 ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ റിയാക്ഷൻ കഴിയുന്നതിന് മുന്നേ ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് 0 ആയിരിക്കും, ഇത് 1. ഇതിന് എക്സ് മോൾ അസോസിയേറ്റ് ചെയ്ത് പോയാൽ ബാക്കി 1 മൈനസ് എക്സ്. അപ്പൊ ഇത് x/2 ഹാഫ് ആണ്, ഡൈമർ ആയിട്ടാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് രണ്ടും കൂടെ കൂട്ടണം, 1 മൈനസ് എക്സ് പ്ലസ് x/2. അതിന് LCM എടുത്ത് റെഡ്യൂസ് ചെയ്യുമ്പോൾ 1 മൈനസ് x/2. അവിടെ വൺ ഹോഫ് ഫാക്ടർ നമ്മുടെ ലാസ്റ്റ് പഠിച്ച ഇക്വേഷൻ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ 1 മൈനസ് x/2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബിഫോർ അസോസിയേഷൻ. ബിഫോർ അസോസിയേഷൻ 1 ആണ്. അപ്പൊ പിന്നെ ആ 1 വേണ്ട, 1 മൈനസ് x/2 തന്നെയാണ് വൺ ഹോഫ് ഫാക്ടർ. അപ്പൊ ഇതും വൺ ഹോഫ് ഫാക്ടർ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ആരെ കാൽക്കുലേറ്റ് ചെയ്യുക? എക്സിനെ കാൽക്കുലേറ്റ് ചെയ്യുക. 1 മൈനസ് x/2 ഈക്വൽ ടു 4. എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് പെർസെന്റേജ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്, പെർസെന്റേജ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ. പ്രോബ്ലം തീർന്നു.